ബോഡിഗാർഡ് കിഷോറിൻ്റെ മുട്ടിന് വെടിവെച്ചിരുന്നു. അവരെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ SIയെ ചുമതലപ്പെടുത്തി കമ്മീഷണർ അങ്ങോട്ട് വന്നു. അച്ഛനെ കണ്ടതും നിത്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളെ ചുറ്റിപ്പിടിച്ചു. അയാൾ ഞെട്ടിപ്പോയി. "നീ എങ്ങനെ ഇവിടെ?" അയാൾ വിക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ ആ സംഭവം പറഞ്ഞു. നിത്യ രാവിലെ മുതൽ നടന്നത് ഓർത്തെടുത്തു പറയാൻ തുടങ്ങി. രാവിലെ തന്നെ അവൾ അച്ഛനോടും അമ്മയായ ലക്ഷ്മി വാര്യരോടും പറഞ്ഞ് തൻ്റെ ഉറ്റ കൂട്ടുകാരിയായ നവ്യയെ കാണാൻ പോയി. ചെറുപ്പം തൊട്ട് ഒന്നിച്ചു കളിച്ചു വളർന്നു. ഒരേ ക്ലാസ്സിൽ അടുത്തടുത്തിരുന്ന് പഠിച്ച അവർ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് സ്റ്റഡി ആയതുകൊണ്ട് അങ്ങനെ തമ്മിൽ കാണാറില്ല. നവ്യയുടെ വീട് ആദ്യം നിത്യയുടെ വീടിൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ അവൾ കുറച്ച് ദൂരെയാണ് താമസം. നിത്യ ഇന്നലെയാണ് ഹോസ്റ്റലിൽ നിന്ന് എത്തിയത്. അത് അറിഞ്ഞപ്പോൾ തൊട്ട് നവ്യ നിത്യയെ കാണാൻ തിടുക്കം കൂട്ടുകയായിരുന്നു. അവളുടെ നിർബന്ധം കാരണമാണ് നിത്യ രാവിലെ തന്നെ ഇറങ്ങിയത്. അതും വെള്ള ടോപ്പും ലൈറ്റ് ബ്ലൂ ജീൻസും ഇട്ട് ഇടതൂർന്ന നീളമുള്ള മുടി പോണിടെയിൽ കെട്ടി അവളുടെ സ്കൂട്ടിയിൽ നവ്യയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കുറച്ച് ദൂരം പോയപ്പോൾ 17 വയസ്സ് തോന്നിക്കുന്ന ഒരു ടീനേജ് പയ്യൻ ബൈക്കിൽ നേരെ ഇടിക്കാൻ വന്നു. തൊട്ടടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി. ഞാൻ വണ്ടി തിരിക്കുന്ന സൈഡിലേക്ക് തന്നെ അവനും വണ്ടി തിരിക്കും. തമ്മിൽ ഇടിക്കുമെന്നായപ്പോൾ ഞാൻ വണ്ടി ഇടതു സൈഡിലേക്ക് തിരിച്ചു. മുൻവീൽ ഇന്നലത്തെ മഴയിൽ വെള്ളം നിറഞ്ഞ കുഴിയിൽ ചെന്ന് ചാടി. വണ്ടി മറിഞ്ഞു. ഞാനും. ഡ്രസ്സിലും മുടിയിലും ഒക്കെ ചെളിയായി. എങ്ങനെയോ എഴുന്നേറ്റ് വണ്ടി പൊക്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. തൊട്ടടുത്ത വർക്ക് ഷോപ്പിൽ ചോദിച്ചപ്പോൾ അത് കംപ്ലൈൻ്റ് ആണെന്നും പറഞ്ഞു. അവിടെ പണിക്കാർ കുറവാണെന്നും ഇന്ന് തന്നെ കൊടുക്കേണ്ട 2-3 വണ്ടി ഉള്ളതിനാൽ ഇന്ന് ശരിയാക്കി തരാൻ കഴിയില്ലെന്നും പറഞ്ഞു. വണ്ടി അവിടെ ഏൽപ്പിച്ചു. കയ്യിൽ ബസ്സിന് കാശില്ലാത്തതിനാൽ അവിടെ നിന്ന് ഗൂഗിൾ പേ ചെയ്തു 500 രൂപയും വാങ്ങി. പിന്നെ ചെളിയിൽ മുങ്ങിയതിനാൽ ഓട്ടോ വിളിച്ചു നവ്യയുടെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ കുളിച്ചു മാറ്റി നവ്യയുടെ ഡ്രസ്സ് എടുത്തിട്ടു. എൻ്റെ ഡ്രസ്സ് കഴുകിയിട്ടു. നവ്യ ഒരു ചന്ദനക്കുറിയും തൊട്ട് തന്നു. തിരിച്ചു വന്നത് ബസ്സിലാണ്. ബസ് ഇറങ്ങി പോക്കറ്റ് റോഡിലേക്ക് കയറിയപ്പോൾ ഒരു കോസ്റ്റ്ലി കാർ വന്ന് അടുത്ത് നിർത്തി. വഴി ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. അവർ പറയാതെ പോകാൻ സമ്മതിച്ചില്ല. പറയാൻ വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും അവർ എന്തോ എൻ്റെ മൂക്കിൽ വെച്ചു. പിന്നെ എനിക്കൊന്നും അറിയില്ല. കണ്ണ് തുറക്കുന്നത് ഇവിടെയാണ്. നിത്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ പറയുന്നത് പാറുവും ആദിയും ആകാശും കേൾക്കുന്നുണ്ടായിരുന്നു. സാരമില്ല, പോട്ടെ, ഒന്നും സംഭവിച്ചില്ലല്ലോ, ആകാശ് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആദി പിന്നാലെ ഇറങ്ങി. പാറു നിത്യയെ ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ അവസ്ഥയിൽ അവളെ ചേർത്ത് പിടിച്ച പാറുവിനോട് സൂരജിന് നന്ദി തോന്നി. അയാൾ അവരെയും കൂട്ടി പുറത്തേക്കിറങ്ങി. പോലീസ് വീട് പൂട്ടി സീൽ ചെയ്തു. ഒരു പോഷ് ഏരിയയായിരുന്നു അത്. പാറുവും നിത്യയും പുറത്തെത്തിയതും പ്രമുഖ ന്യൂസ് ചാനലുകളിലെ റിപ്പോർട്ടേഴ്സും വീഡിയോഗ്രാഫേഴ്സും അവരെ വളഞ്ഞു. പോലീസുകാർക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നിത്യയുടെ വേഷവും മുഖത്തെ പരുക്കുകളും തന്നെ ധാരാളമായിരുന്നു അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ. AM ഗ്രൂപ്പ് CEOയെയും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ മകളെയും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന വാർത്ത നിമിഷനേരം കൊണ്ട് എല്ലാവരും അറിഞ്ഞു. അതിനു കാരണക്കാരായ കൈലാസിൻ്റെയും കിഷോറിൻ്റെയും ഫോട്ടോ ഫോണിൻ്റെയും TVയുടെയും സ്ക്രീനിൽ നിറഞ്ഞു നിന്നു. ജനം രോഷാകുലരായി. അവനെ ഇങ്ങോട്ട് ഇറക്കിവിട്. അവൻ്റെ സൂക്കേട് ഞങ്ങൾ തീർത്തോളാം. അവർക്ക് വേണ്ടത് ഞങ്ങൾ കൊടുത്തോളാം. അവനെ ഒരു നിയമത്തിന് വിട്ടുകൊടുക്കരുത്. ഞങ്ങളുടെ പെൺമക്കൾക്കും ഇവിടെ ജീവിക്കണം. ജനങ്ങൾ ആർത്തിരമ്പി. അവരെ കൺട്രോൾ ചെയ്യാൻ പോലീസ് നന്നേ പാടുപെട്ടു. പാറു നേരെ മൂർത്തിയുടെ അടുത്തേക്കാണ് പോയത്. ഭാഗ്യത്തിന് ചെറിയ പോറലുകളല്ലാതെ വലിയ മുറിവുകളൊന്നുമില്ല. എല്ലിന് ചതവുണ്ട്. അതിന് പ്ലാസ്റ്റർ ഇട്ടു. വേറെ ഒരു കുഴപ്പവുമില്ല. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം. പാറു അടുത്തു നിന്ന് ഒരു മകളെ പോലെ മൂർത്തിയെ പരിചരിച്ചു. സൂരജ് മേനോൻ മകളെയും കൊണ്ട് നേരെ വീട്ടിലെത്തി. അവളുടെ അമ്മ ആകെ കരഞ്ഞു തളർന്നിരുന്നു. TVയിൽ വാർത്ത വന്നപ്പോൾ തൊട്ടുള്ള കരച്ചിലാണ്. അവളെ കണ്ടപ്പോൾ അത് കൂടി. അമ്മയെ കെട്ടിപ്പിടിച്ചു അവളും കരഞ്ഞു. സൂരജ് ലക്ഷ്മിയെ സമാധാനിപ്പിച്ചു. അവൾക്കൊന്നും പറ്റിയില്ല ലച്ചു, വെറുതെ അവളെ കൂടി വിഷമിപ്പിക്കല്ലേ. ലക്ഷ്മി തൻ്റെ സങ്കടം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും വാർത്ത അറിഞ്ഞു സൂരജിനും ലക്ഷ്മിക്കും ഫോൺ വിളികൾ എത്തി തുടങ്ങി. നിത്യയ്ക്കും അവളുടെ കോളേജിലെ ഫ്രണ്ട്സ് വിളിച്ചു തുടങ്ങി. അവൾ കരച്ചിലും തുടങ്ങി. അവസാനം
സൂരജ് അവളുടെ ഫോൺ വാങ്ങി ഓഫ് ചെയ്തു വച്ചു. സൂരജിൻ്റെയും ലക്ഷ്മിയുടെയും ബന്ധുക്കളും വന്നു ചേർന്നു. ശിവ ശിവ, എന്താ ഈ കേൾക്കുന്നത്? ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? നമ്മുടെ അന്തസ്സ് പോയില്ലേ? പെൺകുട്ടികളായാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം, ഒരു കാരണവർ പറഞ്ഞു. ഇങ്ങനെ പുറത്തിറങ്ങി തേരാപ്പാര നടന്നതുകൊണ്ട് വന്നതാ, ഒരു വല്യമ്മ പറഞ്ഞു. ഇത് ഇപ്പോൾ നാട് മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി കൊച്ചിന് നല്ലൊരു കല്യാണം നടക്കുമോ? വേറൊരു വല്യമ്മ പറഞ്ഞു. അപ്പോഴേക്കും അവൾക്ക് ചെറുപ്പത്തിലെ കല്യാണം പറഞ്ഞു വെച്ച മുറച്ചെറുക്കൻ അഖിലും അച്ഛനും അമ്മയും എത്തി. എനിക്ക് ഫോൺ വന്നിട്ട് സ്വൈര്യമില്ല. നിന്റെ പെണ്ണല്ലേന്നാ ചോദ്യം. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാഞ്ഞിട്ടല്ലേ? ഇങ്ങനെ നാട് നീളെ തെണ്ടി നടക്കുന്ന പെണ്ണിനെ എനിക്ക് വേണ്ട. വല്ലവരുടെയും കൊച്ചിൻ്റെ അച്ഛനാവാനും എനിക്ക് പറ്റില്ല. മുഖമൊക്കെ കണ്ടില്ലേ? അയാൾ നല്ലോണം മുതലെടുത്തുവെന്ന് തോന്നുന്നല്ലോ, അഖിൽ പറഞ്ഞു. അത് കേട്ടതും നിത്യ മുഖം പൊട്ടിക്കരഞ്ഞു. സൂരജ് ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. അല്ലെങ്കിലും ഇനി ഇവളെ നിനക്ക് തരില്ല. നിന്നേക്കാളും നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചു ഞാൻ ഇവളുടെ കല്യാണം നടത്തും. ഞാനാ പറയുന്നത്, സൂരജ് നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. നിത്യ കരഞ്ഞു. ഇവൻ നിനക്ക് വേണ്ട മോളെ, ഇവൻ നിന്നെ അർഹിക്കുന്നില്ല. സൂരജ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവളെ ഇനി ആര് കെട്ടാനാ? കുടുംബത്തിലെ വേറൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു. എൻ്റെ മോൾക്ക് നല്ലൊരാളെ ഞാൻ കൊണ്ടുവരും, സൂരജ് പറഞ്ഞു. എനിക്കിനി വിവാഹം വേണ്ടച്ചാ, ഞാൻ നശിച്ചതാ, എനിക്കിനി മരിച്ചാൽ മതി. നിത്യ അയാളെ കെട്ടിപ്പിടിച്ച് കൊണ്ട് കരഞ്ഞു. അതാ നല്ലത്. അല്ലെങ്കിലും പിഴച്ച പെണ്ണിനെ വീട്ടിൽ കയറ്റരുത്, വീട് നശിക്കും, ഒരു കാരണവർ പറഞ്ഞു. ഇവള് നമ്മുടെ തറവാടിന് തന്നെ ശാപമാണ്, മറ്റൊരാൾ പറഞ്ഞു. സൂരജ് ദേഷ്യം കൊണ്ട് വിറച്ചു. എല്ലാവരും ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്നിറങ്ങണം. നിങ്ങളാരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ, വലിഞ്ഞു കയറി വന്നോളും എല്ലാം, മനുഷ്യനെ സ്വൈര്യം കെടുത്താൻ. സൂരജ് വീടിന് പുറത്തേക്ക് കൈ ചൂണ്ടി. എല്ലാവരും മുറുമുറുത്തുകൊണ്ട് പടിയിറങ്ങി. ഈ രാത്രി ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിവിട്ട നീയും നിന്റെ കുടുംബവും നശിച്ചു പോകും. മേലോത്ത് തറവാട് ഇവളോട് കൂടി അന്യം നിൽക്കും. ഇനി ഈ തറവാടിന് ഒരവകാശി ഉണ്ടാവില്ല, അഖിലിൻ്റെ അമ്മ സൂരജിൻ്റെ സഹോദരി പറഞ്ഞു. പിന്നെ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. നിത്യ അവരെ സങ്കടത്തോടെ നോക്കി. പിന്നെ അച്ഛനെ പിടിച്ചു പൊട്ടിക്കരഞ്ഞു. അപ്പോഴും അവളുടെ വേഷം ആകാശിൻ്റെ ഷർട്ട് തന്നെയായിരുന്നു. ലക്ഷ്മി അവളെ റൂമിലേക്ക് കൊണ്ടുപോയി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് അയച്ചു. വെള്ളം തട്ടിയപ്പോൾ അവളുടെ ദേഹത്തുള്ള പോറലുകളൊക്കെ നീറി. തൻ്റെ ജീവിതം നശിച്ചു. ഒരു നിമിഷം അവൾക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നി. പക്ഷേ തൻ്റെ അച്ഛനും അമ്മയും അവർ തനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇനി മുതൽ ഒറ്റയ്ക്ക് അവർക്ക് വേണ്ടി ജീവിക്കുമെന്ന് അവൾ തീരുമാനമെടുത്തു. നീറ്റൽ കാര്യമാക്കാതെ അവൾ നല്ലവണ്ണം സോപ്പിട്ട് തേച്ച് കുളിച്ചു. അവൾ കുറേ സമയമെടുത്തു കുളിക്കാൻ. ലക്ഷ്മി ഡോറിൽ തട്ടിയപ്പോഴാണ് അവൾ കുളി നിർത്തിയത്. ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങിയ അവൾ റൂമിൽ അച്ഛനെ കണ്ട് അമ്പരന്നു. സാധാരണ അച്ഛൻ തൻ്റെ റൂമിൽ വരാറില്ല. എന്താ അച്ഛാ? ഒന്നുമില്ല, വാ പറയട്ടെ. സൂരജ് നിത്യയെ വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. ഹാളിൽ സെറ്റിയിൽ പോയിരുന്നു. പിന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. മോളെ, ആ ചെറുപ്പക്കാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഡ്രസ്സ് കീറി പോയതുകൊണ്ടാണ് ആ ചേച്ചി അത് മാറ്റി തന്നത്. അല്ലാതെ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കോളേജിൽ എക്സാം അടുത്തിരിക്കുകയാ. ഇനി 2 ആഴ്ച കൂടിയേ ഉള്ളൂ. ഇത് സ്റ്റഡി ലീവ് അല്ലേ, എക്സാം എഴുതണ്ടേ? സൂരജിനെ തുടർന്ന് പറയാൻ നിത്യ സമ്മതിച്ചില്ല. ഞാൻ ഇനി കോളേജിൽ പോവില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ വിളിച്ചിരുന്നു അന്വേഷിക്കാൻ. അവിടെ എന്നെ ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. അവർ എന്നെ കളിയാക്കും, പരിഹസിക്കും. അതുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ഞാൻ പോവില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. ഓക്കെ, നീ പോകണ്ട, പക്ഷേ എക്സാം എഴുതണം, ലക്ഷ്മി പറഞ്ഞു. അതവൾ സമ്മതിച്ചു. സൂരജ് ദീർഘനിശ്വാസം വിട്ടു. അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നിത്യയ്ക്ക് മുറിഞ്ഞ ചുണ്ട് നീറി. സൂരജിനും ലക്ഷ്മിക്കും അവളുടെ മുഖം കാണുമ്പോൾ നെഞ്ച് പൊട്ടുന്നുണ്ടായിരുന്നു. അവർ അത് പുറത്തു കാണിച്ചില്ല. അവൾ ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റു. ലക്ഷ്മി അവളെ പിടിച്ചിരുത്തി കുറച്ച് കഴിപ്പിച്ചു. അതിനുശേഷം ഒരു ഗ്ലാസ് പാലും കുടിപ്പിച്ചു. രാത്രി സൂരജ് അവളെ തങ്ങളുടെ കൂടെ കിടത്തി. ഒറ്റയ്ക്ക് അവളെ അവളുടെ റൂമിൽ കിടത്താൻ അവർക്ക് പേടിയായിരുന്നു. അവളുടെ കളിച്ചിരിയില്ലാത്ത മൂടി പിടിച്ചുള്ള ഇരുപ്പ് കാണും തോറും കൈലാസിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി അയാൾക്ക്.
കൈലാസിനെയും കിഷോറിനെയും തോക്കേന്തിയ പോലീസ് കാവലിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കൈലാസിന് ബോധം വന്നിരുന്നു. പക്ഷേ തലയ്ക്കു നല്ലൊരു കെട്ടുണ്ട്. തലയുടെ പെരുപ്പ് ഇപ്പോഴും വിട്ടുമാറാത്ത പോലെ അയാൾക്ക് തോന്നി. കിഷോറിൻ്റെ കാൽ മുട്ടിനാണ് വെടികൊണ്ടത്. ബുള്ളറ്റ് സർജറി ചെയ്ത് പുറത്തെടുത്തു. അവന് വേദന കൊണ്ട് കാൽ അനക്കാൻ വയ്യായിരുന്നു. അവൻ്റെ മുക്കലും മൂളലും കേൾക്കുന്നുണ്ടെങ്കിലും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല. അവർക്ക് വേദന സഹിച്ചു കിടക്കേണ്ടി വന്നു. ഡോക്ടറും മെയിൽ നേഴ്സും അവരെ കൂടുതൽ മൈൻഡ് ചെയ്യാതെ തങ്ങളുടെ കടമ ചെയ്തു കടന്നുപോയി. പാറു മൂർത്തിയുടെയും യമുനയുടെയും കൂടെ ആയിരുന്നു. അവൾ അവരെ ഒരു കുറവും വരാതെ നോക്കി. 2 ദിവസം കഴിഞ്ഞ് മൂർത്തിയെ ഡിസ്ചാർജ് ചെയ്തു. വൈകാതെ അവർ വീട്ടിലേക്ക് പോയി. അവരുടെ കൂടെ ആദിയും ആകാശമുണ്ട്. അന്ന് വൈകുന്നേരം സൂരജ് മേനോൻ മൂർത്തിയെയും പാറുവിനെയും കാണാനും മൊഴിയെടുക്കാനും നേരിട്ട് വന്നു. മൂർത്തി തൻ്റെ മക്കളെപ്പറ്റി എല്ലാം തുറന്നു പറഞ്ഞു. പാറുവിനും പരാതിയില്ലെന്ന് പറഞ്ഞു. ആദിക്കും ആകാശിനും വേണ്ടത് അതായിരുന്നു. പരാതി കൊടുത്തു, കേസെടുത്തു. അവരെ അകത്തിടരുത്. തങ്ങൾക്ക് നേരിട്ട് കിട്ടണം അവരെ. പാറുവിനോട് ചെയ്തതിനും മറ്റു പെൺകുട്ടികൾക്ക് വേണ്ടിയും അതാണ് നല്ലത്. അവർ കൈലാസും കിഷോറും പുറത്തിറങ്ങുന്ന ദിവസത്തിനായി കാത്തിരുന്നു. അന്ന് കൂടുതലൊന്നും ചെയ്യാതെ ഒതുങ്ങിക്കൊടുത്തതാണ്. അന്ന് ചുറ്റും ആളുണ്ടായിരുന്നു. അങ്ങോട്ട് ആദിയും ആകാശും വരുന്നുണ്ടായിരുന്നു. സൂരജ് ആകാശിനെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. ഇവൻ കാരണമാണ് തൻ്റെ മോള് രക്ഷപ്പെട്ടത്. ആ നന്ദി സൂരജിൻ്റെ നോട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൈലാസിനെ ഈ അവസ്ഥയിലാക്കിയ ആകാശിൻ്റെ പേരിൽ അദ്ദേഹം കേസെടുത്തില്ല എന്ന് മാത്രമല്ല, പോലീസിൻ്റെ ഏറ്റുമുട്ടലിൽ സംഭവിച്ചതാണെന്ന് റിപ്പോർട്ടും എഴുതി. സർ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആകാശ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചു. സൂരജിൻ്റെ മുഖത്ത് പെട്ടെന്ന് ഒരു സങ്കടം പരന്നു. നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. നാളെ രാവിലെ എൻ്റെ വീട്ടിലേക്ക് വരണം, സൂരജ് പറഞ്ഞു. ആകാശ് സമ്മതിച്ചു. അയാൾ കാറിൽ കയറിപ്പോയി. ആദി പാറുവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. നാളെ മുതൽ ഓഫീസിൽ പോകണം. ഇപ്പോൾ ഗേറ്റിൽ സെക്യൂരിറ്റിക്ക് 4 പേരാണ്. 24 മണിക്കൂറും ബോഡി ഗാർഡും ഉണ്ട്. വീട്ടിൽ കയറി ആക്രമിക്കില്ലെന്ന വിശ്വാസം തകർന്നിരുന്നു. വീടും സേഫല്ലാന്ന് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ തന്നെ ഫോർമൽ ഡ്രസ്സിൽ ആകാശ് സിറ്റി പോലീസ് കമ്മീഷണർ സൂരജിൻ്റെ വീട്ടിലെത്തി. സ്കൈ ബ്ലൂ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇൻ ചെയ്തു വെൽ ഡ്രസ്സിൽ ആദിയുടെ കാറുമെടുത്താണ് അവൻ എത്തിയത്. കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ സൂരജ് ഇറങ്ങി വന്നു. എല്ലാവരും ബന്ധം ഒഴിവാക്കിപ്പോയി. ഇനി ആരും വരാനില്ലല്ലോ. സൂരജ് പുഞ്ചിരിച്ചുകൊണ്ട് ആകാശിന് കൈ കൊടുത്തു സ്വീകരിച്ചു. അകത്തു വലിയ ഹാളിലെ സെറ്റിയിൽ കൊണ്ടിരുത്തി. ആകാശ് ചുറ്റും നോക്കി. ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച വീടായിരുന്നു അത്. പണി കഴിപ്പിച്ച വലിയൊരു വീടാണ്. ലക്ഷ്മി, ആകാശ് വന്നിട്ടുണ്ട്, സൂരജ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു ട്രേയിൽ ജ്യൂസുമായി ലക്ഷ്മി കടന്നു വന്നു. അവർ ആകാശിനെ ഒന്ന് അടിമുടി നോക്കി. നല്ലൊരു യുവാവ്, നല്ല ഭംഗിയുള്ള വട്ടമുഖം, വെളുത്ത നിറം, നല്ല ഹൈറ്റുമുണ്ട്, നല്ല പക്വതയുള്ള പെരുമാറ്റം, സൗമ്യമായ നോട്ടം. ലക്ഷ്മിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. തൻ്റെ കുഞ്ഞിനെ കാട്ടാളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചവനാണ്. അവർക്ക് അവനോട് അടങ്ങാനാവാത്ത സ്നേഹം തോന്നി. അവർ ട്രേ നീട്ടി പിടിച്ചു. ആകാശ് ഒരു ഗ്ലാസ് എടുത്തു. ഒന്ന് സിപ്പ് ചെയ്ത് ഗ്ലാസ് ടീപ്പോയിൽ വെച്ചു. കുറച്ച് ഫോർമൽ സംസാരത്തിന് ശേഷം ആകാശ് തിരക്കി. സാർ വരാൻ പറഞ്ഞത്. ലക്ഷ്മി അകത്തേക്ക് പോയി. വാ. സൂരജ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അയാൾ മാവിൻ്റെ ചോട്ടിൽ സെറ്റ് ചെയ്ത ചാരുബെഞ്ചിൽ പോയിരുന്നു. അടുത്ത് ആകാശിനെയും പിടിച്ചിരുത്തി. അയാൾ അവനോട് അന്ന് തങ്ങൾ വീട്ടിലെത്തിയതിനു ശേഷം നടന്ന സംഭവങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു. നിത്യ കൂട്ടുകാരെ പേടിച്ച് ഹോസ്റ്റലിൽ പോകാത്തതും, എക്സാം അടുത്തതും, അവളുടെ കല്യാണം മുടങ്ങിയതും, താൻ നശിച്ചു എന്ന തോന്നലിൽ ഉഷാറില്ലാതെ മൂടി പിടിച്ചു ഇരിക്കുന്നതും എല്ലാം അയാൾ തുറന്നു പറഞ്ഞു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. അവളെ അന്ന് രക്ഷിച്ചത് നീയല്ലേ? നീ പറഞ്ഞാൽ അവൾ കേൾക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സൂരജ് പ്രതീക്ഷയോടെ അവനെ നോക്കി. ഞാനെങ്ങനെയാ? അവൻ വിക്കി. ഞാൻ പറഞ്ഞാൽ സാറിൻ്റെ മോള് കേൾക്കുമോ? അവൻ തുറന്നു ചോദിച്ചു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? സൂരജ് ചോദിച്ചു. ഓക്കെ.
സാറിൻ്റെ മോളെ ഒന്ന് വിളിച്ചാൽ നന്നായിരുന്നു. ആകാശ് പറഞ്ഞു. മോള് റൂമിലുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങാറില്ല. നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ? സാർ, ഞാനെങ്ങനെയാ മോളുടെ റൂമിൽ ഒറ്റയ്ക്ക്? അത് ശരിയല്ല. നിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട് നിൻ്റെ വ്യക്തിത്വം. നിൻ്റെ അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാം. നല്ലൊരു മനുഷ്യനായി നിന്നെ വളർത്തിയതിന് എൻ്റെ സമ്മതത്താലാണ് നീ പോകുന്നത്. ധൈര്യമായി പോയിക്കോ. നീ കാരണം അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സൂരജ് അവന് ധൈര്യം നൽകി. അവൻ മടിയോടെ എഴുന്നേറ്റു. സാറും കൂടി ഒന്ന് വന്നാൽ എനിക്ക് റൂം അറിയില്ല, അവൻ പറഞ്ഞു. ഓക്കെ. സൂരജ് എഴുന്നേറ്റു. അവർ മുകളിൽ നിത്യയുടെ റൂമിൻ്റെ മുന്നിലെത്തി.